ഹായ് ഗായ്സ്, ഞാൻ ദ മമ്മ ഇൻ സ്ക്രബ്സ്. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു വീക്കെൻഡ് കാണിച്ചു തരാം. ഞാൻ ആദ്യം എണീറ്റ ഉടനെ തന്നെ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് ഒരു 10 o'clock ആകുമ്പോൾ നേരെ ജിമ്മിലോട്ട് പോകും. ജിമ്മിൻ്റെ ആ ഡോർ തുറക്കുമ്പോൾ ഒറ്റ മനുഷ്യനില്ല എന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ്, അതൊരു സൈക്കോ ഫീലിംഗ് ആണോ അതോ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീലിംഗ് ആണോ? എനിക്കിഷ്ടമാണ്. എനിക്ക് മാത്രമായിട്ടൊരു ജിം കിട്ടുമ്പോൾ. പിന്നെ എനിക്ക് ടെമ്പറേച്ചറൊക്കെ ഒന്നിരിത്തിരി കുറച്ച് നല്ല തണുപ്പായിട്ടിരിക്കാനാണ് കേട്ടോ ഇഷ്ടം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാർഡിയോ ആണ്. കാർഡിയോ എന്ന് പറയുമ്പോൾ ഞാനൊരു 1 hour ട്രെഡ്മില്ലിൽ നടക്കും. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 8,000 to 10,000 steps എങ്കിലും നടക്കണം എന്നാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 hour ആകുമ്പോഴേക്കും ഒരു 6,000-6,500 steps ഈസിലി ആകും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അല്ലറ ചില്ലറ അല്ലെങ്കിൽ നടക്കുമല്ലോ, വീട്ടിലും പുറത്തു പോകുമ്പോഴും ഒക്കെ. അപ്പോൾ പിന്നെ അതൊരു 8,000 ആയിക്കോളും. അപ്പോൾ ആദ്യത്തെ ഒരു 45 minutes ഞാൻ ഇൻക്ലിനേഷനൊക്കെ 0 വെച്ച് 5.1 സ്പീഡിലങ്ങ് നടക്കും. പക്ഷേ അത് കഴിഞ്ഞുള്ള 15 minute ഞാൻ നല്ല ഇൻക്ലിനേഷൻ വെച്ചൊരു 12 ഇൻക്ലിനേഷൻ വെച്ചൊരു 4.8 സ്പീഡിൽ നടക്കും. അത് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിൽ പോയി നല്ല വിശപ്പുണ്ടാവും. ഇന്ന് നല്ല ഗ്രാൻഡ് ലഞ്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും വിചാരിച്ചൊരു മൂവിക്ക് പോകാം. കാരണം F1 എന്ന് പറഞ്ഞിട്ട് ബ്രാഡ് പിറ്റിൻ്റെ ഒരു പുതിയ മൂവി ഇറങ്ങിയിട്ടില്ല, അപ്പം അത് കാണാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ റെഡിയായി. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ കുറേ പറയുന്നുണ്ട്, കാരണം നല്ല ലേറ്റായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് നമ്മൾ വണ്ടി കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഡെസ്പസീറ്റോ പോലത്തെ പാട്ടൊക്കെ കേൾക്കുമ്പം ആ സ്പാനിഷ് പാട്ടിനിങ്ങനെ എൻ്റേതായ ലിറിക്സിൽ കിടന്ന് പാടുന്ന അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി തിയേറ്ററെത്തി. എനിക്ക് വോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. എനിക്കിഷ്ടമുള്ള കാരണം അവരുടെ പോപ്കോണാണ്. എനിക്ക് അവരുടെ ക്യാരമൽ പോപ്കോൺ, ദാ പോകുന്നു എൻ്റെ ക്യാരമൽ പോപ്കോൺ. അതിലാണ് എൻ്റെ കണ്ണ് മൊത്തം. എനിക്ക് മൂവി കാണാൻ വലിയ താല്പര്യമില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ എന്തായാലും ക്യാരമൽ പോപ്കോൺ പറയും. കാരണം അതെങ്കിലും ഉണ്ടല്ലോ, മൂവിയോ കൊള്ളില്ലെങ്കിൽ പോപ്കോണെങ്കിലും കഴിക്കാൻ പറ്റുമല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഷുഗർ കട്ട് ഡയറ്റിലാണ് കേട്ടോ കഴിഞ്ഞൊരു 5 months ആയിട്ട്. ബട്ട് ദ ഒൺലി എക്സെപ്ഷൻ ദാറ്റ് ഐ ഡു ഇസ് പോപ്കോൺ കഴിക്കും, അത് മാത്രമുണ്ട്. അങ്ങനെ നമ്മൾ F1 മൂവിയൊക്കെ കണ്ട്, മൂവി കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല മൂവിയായിരുന്നു. എന്നിട്ട് പിന്നെ മോളിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ വീണ്ടും നമ്മൾ കാർ പാർക്കിങ്ങിലോട്ട് പോവാണ്. എന്താ പറയുക, എനിക്കിന്ന് വേറെയും പ്ലാൻസ് ഉണ്ടായിരുന്നു, നടക്കുമെന്ന് അറിയില്ല. അങ്ങനെ എന്തായാലും ഒരു കാര്യം നടന്നു. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ ബേബീനെയും കൂട്ടിയിട്ട് നമ്മളിതാ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. ആസ്റ്ററിലാണ് പോയത്. ഒന്നുമില്ല, ചുമ്മാ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ടായിട്ട് പോയതാണ്. അത് കഴിഞ്ഞു. അപ്പോഴേക്കും എന്താ രാത്രിയായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ പോവുക, ഡിന്നർ കഴിക്കുക, കുഞ്ഞിനെ ഉറക്കാം. അത് തന്നെ എടുക്കുമല്ലോ 1 മണിക്കൂർ. എനിക്കങ്ങനെയാണ് കേട്ടോ. അവൾ ഉറങ്ങാൻ കുറച്ച് ടൈം എടുക്കും. തിരിച്ച് വന്ന് കുറച്ച് നേരം ടി വി കണ്ട് അവളെ ഉറക്കി കഴിഞ്ഞ് ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ശീലമാണ് എൻ്റെ ഡ്രൈ ഫ്രൂട്ട് ഷേക്കും എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടും. അത്രേ ഉള്ളൂ.